Okay. നമ്മൾ ഇന്നലെ ഒരു റിസൾട്ട് കണ്ടാണ്. If you have two sets A and B such that A is less than or equal to B for every A in capital A and for every B in capital B, then we have proved supremum of capital A will be less than or equal to infimum of capital B. ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കണു. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് if A is less than or equal to B for every A in A and B in B means that every element of capital A is less than or equal to every element of capital B. Okay, then you can prove we have proved supremum of A is less than or equal to A യിലെ ഏറ്റവും വലിയ എലമെന്റ് A. ഈ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം വേറൊന്നുമല്ല, എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിലുള്ള എല്ലാ എലമെന്റ്സിന്റെയും ഇവിടെയാണ് ലെഫ്റ്റ് സൈഡിലാണ്. എയിലുള്ള എല്ലാ എലമെന്റ്സിനെയും ബിയിലുള്ള എല്ലാ എലമെന്റ്സിനെയും, സിൻസ് ദേ ആർ സബ്സെറ്റ്സ് ഓഫ് റിയൽ നമ്പേഴ്സ്, ഇഫ് യു plot the elements on a real line, then you can see that A completely lies on the left side of the set B. So that A യിലെ ഏറ്റവും വലിയ എലമെന്റ് എന്ന് പറയുന്നത് ബിയിലെ ഏറ്റവും ചെറിയ എലമെന്റിനേക്കാളും ചെറുതായിരിക്കും. That is what we have proved yesterday. ഇതിനോട് സിമിലർ ആയിട്ട് ഒരു കാര്യം നമുക്ക് ഇപ്പോൾ പ്രൂവ് ചെയ്യാം. ഫംഗ്ഷന്റെ സുപ്രീമോ ഇൻഫിമോ പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം പ്രൂവ് ചെയ്യാം. സപ്പോസ് ഇഫ് യു ഹാവ് ടു ഫംഗ്ഷൻസ് f and g. If f and g are two functions defined on a common domain D to R, where D is a subset of real numbers, then you can prove, actually രണ്ട് കാര്യങ്ങൾ പ്രൂവ് ചെയ്യാം. ഒരു കാര്യം ഇതാണ്, സപ്പോസ് f of x less than or equal to g of y എന്ന് എഴുതാൻ പറ്റാണ്. For every x and y in D. Okay, then this is equivalent to say range set of f is completely lying on the left side of range set of G. So that using the theorem we proved yesterday, we can prove the same. If more theorem use it, we can prove that the supremum of the function f will be less than or equal to infimum of the function g. ഇത് നമുക്ക് പ്രൂവ് ചെയ്യാം. ആ സമയം രണ്ടാമത്തെ ഒരു കാര്യം if ഇത്രയും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. if f of x is less than or equal to g of x എന്ന് മാത്രമാണ് തന്നിട്ടുള്ളത് for every x in D. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ആദ്യം എഴുതിയിരിക്കുന്ന കണ്ടീഷനും ഇപ്പൊ എഴുതിയിരിക്കുന്ന കണ്ടീഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വേരിയബിൾ നമ്മൾ ഉപയോഗിച്ചത് എക്സ് എന്ന് മാത്രം, ഒരു സിംഗിൾ വേരിയബിളാണ് നമ്മൾ യൂസ് ചെയ്തത് അല്ലെ. രണ്ടും സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻസ് ആണ്. ഞാൻ ആദ്യം എഴുതിയിരിക്കുന്ന ഈ കണ്ടീഷനിൽ ഞാൻ എഴുതിയ എങ്ങനെയാണ്, എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് വൈ ഫോർ എവറി എക്സ് ആൻഡ് വൈ ഇൻ ഡി എന്ന് പറയുമ്പോൾ അതും ഈ രണ്ടാമത് എഴുതിക്കണം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് എടുക്കുകയാണ്. സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് എന്നതാണ്, അതാണ് ഞാൻ ഡി ആയിട്ട് എടുക്കുന്നത്. റിയൽ നമ്പേഴ്സിൽ നിന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ, സേ ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്നോ അല്ലെങ്കിൽ എക്സ് എന്നും എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് ആയിട്ട് എക്സ് സ്ക്വയർ എടുക്കാം. അപ്പൊ പോസിറ്റീവ് റിയൽ നമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 1 ആകുമ്പോൾ 1 അല്ലെ, 2 3 ഇങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് ജി ഓഫ് എക്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 4 9 16 എക്സെട്ര എന്തെങ്കിലും ആയിക്കോട്ടെ. എന്താണേലും എക്സ് പോസിറ്റീവ് റിയൽ നമ്പർ എന്ന് തന്നിട്ടുള്ള സ്ഥിതിക്ക് നമുക്ക് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണേലും എക്സിനേക്കാളും വലുത് അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും എന്ന് പറയാം. ഓക്കെ, so that x square വലുതാന്ന് പറയാൻ പറ്റുമോ? 1നേക്കാളും ചെറുതാണെങ്കിൽ പറയാൻ പറ്റത്തില്ല അല്ലെ.
സോ ഐ ക്യാൻ റൈറ്റ് ഞാൻ എക്സ് പോസിറ്റീവ് ആയാലും എക്സ് മൈനസ് വണ്ണിന്റെ വാല്യൂ കൂടി ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഞാൻ ആർ പ്ലസ് എടുക്കണില്ല, ചെറിയൊരു ചേഞ്ച് എനിക്ക് ഈ തീർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞാണല്ലോ. ഞാൻ വണ്ണിനേക്കാൾ വലിയ നമ്പേഴ്സ് എടുക്കാം. വണ്ണിനേക്കാൾ വലിയ നമ്പേഴ്സ് ഡി എന്ന് പറയുന്നത് സെറ്റ് വണ്ണിനേക്കാൾ വലിയ ഏത് നമ്പർ വേണമെങ്കിലും ആയിക്കോട്ടെ. 1 തുടങ്ങി ഇൻഫിനിറ്റി വരെ ആവാം, നോ പ്രോബ്ലം. 1 തുടങ്ങി ഇൻഫിനിറ്റി വരെ ആവാം. അപ്പൊ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ എക്സ് ഡിയിലെ എലമെന്റ് ആകുമ്പോൾ ഫോർ എവറി എക്സ് ഇൻ ഡി യു ക്യാൻ സേ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 1. എക്സ് ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് ഐ ക്യാൻ റൈറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ് ആൻഡ് എക്സ് മൈനസ് 1ഉം ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ നമുക്ക് ഈ ഇനീക്വാളിറ്റി പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1, എക്സും എക്സ് മൈനസ് 1ഉം രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് ഇത് പോസിറ്റീവ് ആയിരിക്കും. സോ എക്സ് സ്ക്വയർ മൈനസ് എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. സോ എക്സ് സ്ക്വയർ വിൽ ബി ഗ്രേറ്റർ ദാൻ എക്സ്. ഞാൻ സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള എക്സ് ആണ് എടുക്കണമെങ്കിൽ സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ആയിരിക്കും എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനിത് ജസ്റ്റ് ഈ തിയറി എന്താണെന്ന് മനസ്സിലാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയറിൽ ഗ്രേറ്റർ ദാൻ എക്സ് ആണ്, അല്ലെങ്കിൽ എക്സ് ലെസ് ദാൻ എക്സ് സ്ക്വയർ ആണ് ഫോർ എവറി എക്സ് ഇൻ ഡി എന്ന് പറയാം. എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഫംഗ്ഷന്റെ വാല്യൂസ് പ്ലോട്ട് ചെയ്യുമ്പോൾ, ഫംഗ്ഷന്റെ വാല്യൂസ് റേഞ്ച് സെറ്റ് പ്ലോട്ട് ചെയ്യുമ്പോൾ എഫ് എന്നുള്ള ഫംഗ്ഷന്റെ റേഞ്ച് സെറ്റ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ റിയൽ ലൈനിൽ തന്നെയാണ് പ്ലോട്ട് ചെയ്യണമെങ്കിൽ എഫ് എന്നുള്ള ഫംഗ്ഷന്റെ റേഞ്ച് സെറ്റ് എന്താണ്? എഫ് എന്നുള്ള ഫംഗ്ഷൻ എക്സ് തന്നെയാണ്. ഇപ്പൊ സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സിൽ അത് പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ അല്ലെ, സെറ്റ് ഓഫ് നമ്പേഴ്സ് ഫ്രം 1 തുടങ്ങിയിട്ടുള്ള നമ്പേഴ്സ് ആണ് അല്ലേ പറഞ്ഞത്. അപ്പൊ 1 തുടങ്ങി ഇൻഫിനിറ്റി വരെയുള്ള നമ്പേഴ്സ് പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന ആ നമ്പർ തന്നെയാണ്. ഓരോ നമ്പർ എക്സ് ഒരു പെർട്ടിക്കുലർ എക്സ് എടുത്താൽ, ഇപ്പൊ 1 എടുത്തു കഴിഞ്ഞാൽ അതിന്റെ 1 എടുക്കാൻ പറ്റില്ല, 1 സെറ്റിൽ ഇല്ലാത്ത നമ്പർ. 2 എടുത്തു കഴിഞ്ഞാൽ 2 എന്നുള്ള നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇതാണ് എഫ് ഓഫ് എക്സ് എങ്കിൽ എഫ് ഓഫ് എക്സ് എക്സ് ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ ജി ഓഫ് എക്സ് എന്താണ്? 4 ആണ്. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, എഫ് 3 എടുക്കുമ്പോൾ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 9 ആണ്. ഇവിടെ എവിടെയെങ്കിലും 9 ആണ്. എക്സ് 4 എടുക്കുമ്പോൾ, എക്സ് വേറൊരു നമ്പർ എടുക്കുമ്പോൾ, സേ 4 എടുക്കുമ്പോൾ ജി ഓഫ് എക്സ് എന്താണ്? 16 ആണ്. അത് ഇപ്പുറത്ത് എവിടെയുള്ള 16 ആണ്. അപ്പോ എഫ് ഓഫ് എക്സ് ഒരു പെർട്ടിക്കുലർ എക്സിന് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ്, അടുത്തൊരു എക്സിനും എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ്. അത് എല്ലാ എക്സിനും ട്രൂ ആണെന്ന് നമുക്ക് കാണാം. പക്ഷേ ഒരു എഫ് ഓഫ് എക്സ് 1 ഇവിടെയാണ് എങ്കിൽ ജി ഓഫ് എക്സ് 1 എഫ് ഓഫ് എക്സ് 1ന്റെ റൈറ്റ് സൈഡിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു എക്സ് 1 എന്നുള്ള ഒരു എലമെന്റ് ഡൊമൈനിൽ എടുത്തു കഴിഞ്ഞാൽ. പക്ഷേ it doesn't mean that you have some other x2 for which f of x2 is on the right side of g of x1. അങ്ങനെ വേണം. കാരണം എഫ് ഓഫ് x2 ജി ഓഫ് x1 തമ്മിൽ ബന്ധം പറഞ്ഞിട്ടില്ല. പിന്നെയോ ഈ ഒരു പെർട്ടിക്കുലർ x2 എടുത്താൽ എഫ് ഓഫ് x2 ജി ഓഫ് x2 എഫ് ഓഫ് x2 റൈറ്റ് സൈഡിലായിരിക്കും എന്നേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്കൊരിക്കലും എഫ് ഓഫ് എക്സുകളെല്ലാം കൂടി എടുക്കുമ്പം ജി ഓഫ് എക്സുകളെല്ലാം അതിന്റെ അപ്പുറത്തെ സൈഡിൽ റൈറ്റ് സൈഡിലായിരിക്കും എന്ന് പറയാനായിട്ട് പറ്റില്ല. ഇറ്റ് ഡസൻറ്റ് മീൻ ദിസ് ഇനീക്വാളിറ്റി ഡസൻറ്റ് മീൻ ദാറ്റ്. സെക്കൻഡ് ഇനീക്വാളിറ്റി അതല്ല ഉദ്ദേശിക്കുന്നത്. ഓരോ എക്സിനും ഒരു x1 എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് x1 ഇവിടെയാണെങ്കിൽ ജി ഓഫ് x1 ഇവിടെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞേക്കുന്ന കുറെ നമ്പേഴ്സ് A1 A2 A3 എന്ന് പറയുന്ന കുറെ നമ്പേഴ്സും B1 B2 B3 എന്ന് പറഞ്ഞ കുറെ നമ്പേഴ്സ്, ഇതാണ് ഞാൻ എഫിന്റെ റേഞ്ച് സെറ്റ് എങ്കിൽ, ഇതാണ് റേഞ്ച് സെറ്റ് ഓഫ് എഫ് എങ്കിൽ, റേഞ്ച് സെറ്റ് ഓഫ് ജി എന്ന് പറയുന്നതിനകത്ത് കുറെ നമ്പേഴ്സ്, ഇത് എന്താ കൗണ്ടബിൾ ആവണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറയാണ്. ഇതിനകത്ത് B1 B2 B3 എന്ന് പറഞ്ഞിട്ട് കുറെ നമ്പേഴ്സ് ആണ്. കറസ്പോണ്ടിംഗ്ലി എഫ് ഓഫ് എക്സ് ഇതാണെങ്കിൽ A1 ആണെങ്കിൽ എഫ് ഓഫ് x1 A1 ആണെങ്കിൽ ജി ഓഫ് x1 ആണ് B1. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളുടെ ഈ രണ്ടാമത്തെ ഇനീക്വാളിറ്റി പറയുന്നത് A1ന്റെ റൈറ്റ് സൈഡിലാണ് B1, അതുപോലെ A2ന്റെ റൈറ്റ് സൈഡിലാണ് B2. അത് ചിലപ്പോൾ രണ്ടും ഇങ്ങനെ വരാം, ചിലപ്പോൾ A2 ഇവിടെ വരാം. അപ്പോ ഇത് ഇടകലർന്നൊക്കെ വരാം. ഇവിടെ A4 വന്നിട്ടുണ്ട്, B4 റൈറ്റ് സൈഡിലാന്നേ പറഞ്ഞിട്ടുള്ളൂ. ചിലപ്പോ
ഇതിന്റെ ഇപ്പുറത്ത് എവിടെയെങ്കിലും ആയിരിക്കും ഈ പറയുന്ന A4ഉം B5 എല്ലാം വന്നിട്ടുണ്ടാവാം. ഇവിടെ A5 വന്നിട്ടുണ്ട്, ഇവിടെ B5 വന്നിട്ടുണ്ട്. നമുക്ക് A5 B5ന്റെ ലെഫ്റ്റ് സൈഡിലാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരിക്കലും സെറ്റിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് റേഞ്ച് സെറ്റ് എഫ് ഇവിടെയും റേഞ്ച് സെറ്റ് ഓഫ് G റൈറ്റ് സൈഡിലും ആണെന്ന് പറയാനായിട്ട് ഈ ഇനീക്വാളിറ്റിയിൽ നിന്ന് പറ്റില്ല. പക്ഷേ ഫസ്റ്റ് ഇനീക്വാളിറ്റിയിൽ നിന്ന് പറ്റും. ഫസ്റ്റ് ഇനീക്വാളിറ്റിയിൽ അതുകൊണ്ടാണ് രണ്ട് ഇൻഡെക്സുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ വേരിയബിൾ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടെണ്ണമാണ്. എക്സ് എങ്ങനെ വേരി ചെയ്താലും വൈ എങ്ങനെ വേരി ചെയ്താലും എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് ഐ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു വൈ പെർട്ടിക്കുലർ ആയിട്ട് ഇപ്പോൾ x1 എന്ന് പറഞ്ഞിട്ട് ഒരു പെർട്ടിക്കുലർ നമ്പർ ഇൻ ഡി എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ സേ ദാറ്റ് എഫ് ഓഫ് x1 less than or equal to അല്ലെങ്കിൽ f of x less than or equal to g of x1. f of x1 less than or equal to g of x1 ആയിരിക്കും. f of x2 less than or equal to g of x1 ആയിരിക്കും. f of x3, f of x4, f of x5 anything will be less than or equal to g of x1. That means g of x1 എല്ലാ f of xകളേക്കാളും വലുതാണ്. അങ്ങനെ സെറ്റ് ഡി ജിന്റെ റേഞ്ച് സെറ്റിലുള്ള ഓരോ എലിമെന്റ് എടുത്താലും റേഞ്ച് സെറ്റ് ഓഫ് എഫിലെ എല്ലാ എലിമെന്റ്സിനേക്കാളും വലുതാണ് എന്നാണ് ഫസ്റ്റ് ഇനീക്വാലിറ്റിയുടെ മീനിങ്. സോ ഫസ്റ്റ് കണ്ടീഷൻ, ഈ ഫസ്റ്റ് കണ്ടീഷൻ മീൻസ് ദാറ്റ് റേഞ്ച് സെറ്റ് ഓഫ് എഫ് ഇസ് കംപ്ലീറ്റ്ലി ലൈങ് ഓൺ ദി ലെഫ്റ്റ് സൈഡ് ഓഫ് റേഞ്ച് സെറ്റ് ഓഫ് ജി. സോ ദാറ്റ് ബൈ അപ്ലൈയിങ് ദിസ് തിയറം വി ക്യാൻ പ്രൂവ് ദാറ്റ് സുപ്രീമം ഓഫ് എ വിൽ ബി ലെസ് ദാൻ. ആ റേഞ്ച് സെറ്റ് മൊത്തമായിട്ട് എഫിന്റെ റേഞ്ച് സെറ്റ് ജിയുടെ റേഞ്ച് സെറ്റിന്റെ കംപ്ലീറ്റ്ലി ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഈ റേഞ്ച് സെറ്റിലെ ഏറ്റവും വലിയ എലമെന്റ് റേഞ്ച് സെറ്റ് ഓഫ് ജിയിലെ ഏറ്റവും ചെറിയ എലമെന്റിനേക്കാളും ചെറുതായിരിക്കണം. But the second inequality doesn't give any relationship connecting the supremum of f and the infimum of g. പക്ഷേ നമുക്ക് സുപ്രീമം ഓഫ് എഫും സുപ്രീമം ഓഫ് ജിയും തമ്മിൽ റിലേഷൻ പറയാൻ പറ്റും. ഇൻഫിമം ഓഫ് എഫും ഇൻഫിമം ഓഫ് ജിയും തമ്മിലും റിലേഷൻ പറയാൻ പറ്റും. അതായത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ഇതാണ്. Then you can write supremum of f will be less than or equal to supremum of g. മറ്റേതും പറയാം, അത് നമ്മളിവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങളുടെ ടെക്സ്റ്റ് പറഞ്ഞിട്ടില്ലെങ്കിലും ആൻഡ് യു ക്യാൻ പ്രൂവ്. ആൻഡ് ഓക്കെ, നമുക്കിപ്പോൾ ഈ റിസൾട്ട് ഒന്ന് പ്രൂവ് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വി പ്രൂവ് ദ ഫസ്റ്റ് റിസൾട്ട്. അതായത് സപ്പോസ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് വൈ ഫോർ എവറി എക്സ് ആൻഡ് വൈ ഇൻ ഡി. എല്ലാ എഫ് ഓഫ് എക്സുകളും എല്ലാ ജി ഓഫ് വൈകളെക്കാളും ചെറുതാണ്. ഓക്കെ, അപ്പോൾ ഒരു പെർട്ടിക്കുലർ എലമെന്റ് എടുക്കുകയാണ്. എക്സ് നോട്ടെന്നോ അല്ലെങ്കിൽ വൈ നോട്ടെന്നോ വൈന്നോ എന്തെങ്കിലും എടുക്കുക. അപ്പോൾ ഞാനൊരു ഡിയിലെ ഒരു എലമെന്റ് എടുക്കുകയാണ്. സേ ഞാനതിനെ വൈ നോട്ട് എന്നല്ല വിളിക്കുന്നത്. അപ്പോൾ എന്താ തന്നിട്ടുള്ളത്? എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് വൈ അല്ലെ, വൈ നോട്ട് എന്ന് എടുക്കാം. അപ്പോൾ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് വൈ ഫോർ എവറി എക്സ് ആൻഡ് വൈ എന്ന് തന്നിട്ടുണ്ട് by condition star. So if you take a particular y naught in D, we can write f of x is less than or equal to g of y naught for every x in D. Okay, what inequality meaning endana? Which means the g of y naught ennulla particular element aanu alle. Ella f of x കളും ഈ g of y naught നേക്കാളും ചെറുതാണ്. എന്ന് വെച്ചാൽ f of x കളുടെ upper bound ആണ് g of y naught. The set of all f of x in D എന്ന് പറയുന്ന സെറ്റിന്റെ അപ്പർ ബൗണ്ട് ആണ് ജി ഓഫ് ഐ നോട്ട്. അല്ലെങ്കിൽ ഫംഗ്ഷന്റെ കേസിൽ പറഞ്ഞാൽ എഫ് എന്നുള്ള ഫംഗ്ഷന്റെ അപ്പർ ബൗണ്ട് ആണ് ജി ഓഫ് ഐ നോട്ട്. ജി ഓഫ് ഐ നോട്ട് ഈസ് എൻ അപ്പർ ബൗണ്ട് ഫോർ ദ ഫംഗ്ഷൻ എഫ് എന്നാണെങ്കിലും പറയാം. രണ്ടും ഒന്ന് തന്നെയാണ്. റേഞ്ച് സെറ്റിന്റെ അപ്പർ ബൗണ്ടിനെയാണ് ഫംഗ്ഷന്റെ അപ്പർ ബൗണ്ട് എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു അപ്പർ ബൗണ്ട് ജി ഓഫ് ഐ നോട്ട് ആണെങ്കിൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് എഫ് എന്ന് പറയുന്നത് എല്ലാ അപ്പർ ബൗണ്ടുകളുടെ ലീസ്റ്റ് എലമെന്റ് ആണ്. ജി ഓഫ് ഐ നോട്ട് എന്നുള്ളതും ഒരു അപ്പർ ബൗണ്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ പെർട്ടിക്കുലർ അപ്പർ ബൗണ്ട്. ജി ഓഫ് ഐ നോട്ട് ഇസ് എ പെർട്ടിക്കുലർ അപ്പർ ബൗണ്ട്. ഓക്കെ, LUB അല്ലെങ്കിൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് എഫിനെയാണ് സുപ്രീം ഓഫ് എഫ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് വി ഹാവ് സുപ്രീം ഓഫ് എഫ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് വൈ നോട്ട്. ഓക്കെ, ഇത് ഒന്ന് നോക്കിക്കേ. നമ്മൾ വൈ നോട്ട് എന്ന് പറഞ്ഞിട്ട് ഏതൊരു എലമെന്റ് എടുത്താലും ഡിയിലെ ഏതൊരു എലമെന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റി? നമുക്ക് സുപ്രീം ഓഫ് എഫ് ലെസ് ദാൻ അല്ലെ, നമ്മൾ എന്താണ് പ്രൂവ് ചെയ്തേ? നമ്മളൊരു വൈ നോട്ട് എടുത്തു അല്ലെ, ഒരു വൈ നോട്ട് എടുത്തു. ദെൻ വി ഹാവ് പ്രൂവ്ഡ് സുപ്രീമം ഓഫ് എഫ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് വൈ നോട്ട്. ഈ വൈ നോട്ട് എന്ന് പറയുന്നത് ഇറ്റ് വാസ് എൻ ആർബിട്രറി എലമെന്റ് ഓഫ് ഡി. അപ്പൊ വൈ നോട്ട് നമ്മൾ മാറ്റി കൊണ്ടിരുന്നാലോ ഡിയിലെ ഓരോരോ എലമെന്റ് എടുക്കുമ്പോഴും നമുക്ക് കിട്ടും സുപ്രീം ഓഫ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് ദാറ്റ് എലമെന്റ്. അതായത്
നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത് നമ്മളിതാണ് supreme of f is less than or equal to g of y for every y in d. ഓക്കെ, ഇങ്ങനെ എഴുതാം നമുക്ക്. സോ ഇതിന്റെ മീനിങ് എന്താണ്? ആസ് y varies over d, supreme of f will be a lower bound. Supreme of f is a lower bound for the set of all g of y as y varies over d. അല്ലെങ്കിൽ supreme of f എന്നുള്ള number, it's a particular number, that number is a lower bound for the function g. അങ്ങനെയാണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് ലോവർ ബൗണ്ടുകളുടെ ഏറ്റവും വലുതാണ്. അപ്പോൾ അത് ഒരു ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആണ് വലുത്. Supreme of f ഒരു particular lower bound of g ആണ്. Greatest lower bound of g will be greater than or equal to any other lower bound for g. Supreme of f is also a particular lower bound for g. So it will be, you will get greatest lower bound അല്ലെങ്കിൽ infimum of g is greater than or equal to supremum of f എന്ന് കിട്ടി. Okay, so that is the first result. നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിച്ച റിസൾട്ട് ഇതാണ്. f of x less than or equal to g of y for every x and y in d ആണെങ്കിൽ we can prove f ന്റെ ഏറ്റവും വലിയ എലമെന്റ് ജിയുടെ ഏറ്റവും ചെറിയ ഇൻഫിമം വാല്യൂവിനേക്കാളും ചെറുതായിരിക്കും. ദാറ്റ് ഈസ് എഫ് ന്റെ റേഞ്ച് സെറ്റ് എൻറ്റയർലി ലൈൻ ഓൺ ദി ലെഫ്റ്റ് സൈഡ് ഓഫ് റേഞ്ച് സെറ്റ് ഓഫ് ജി ആയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് റിസൾട്ട് പ്രൂവ് ചെയ്യണമെങ്കിൽ, അതായത് എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ എവറി എക്സ് ഇൻ ഡി എന്ന് അസ്യൂം ചെയ്യാണ്. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? രണ്ട് കാര്യങ്ങളുണ്ട്. സുപ്രീം ഓഫ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീം ഓഫ് ജി എന്നും പ്രൂവ് ചെയ്യണം. ഇൻഫിം ഓഫ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിം ഓഫ് ജി എന്നും പ്രൂവ് ചെയ്യണം. വളരെ എളുപ്പത്തിൽ പ്രൂവ് ചെയ്യാം. നമുക്കറിയാം ഡെഫിനിഷൻ ഓഫ് സുപ്രീമം എന്ന് പറയുന്നത്, സുപ്രീമത്തിന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് സുപ്രീമം ഇസ് ദ ലീസ്റ്റ് അപ്പർ ബൗണ്ട്, ഒരു അപ്പർ ബൗണ്ട് ആണ്. അതായത് ജിയുടെ സുപ്രീമോ എന്ന് പറയുന്നത് എല്ലാ ജി ഓഫ് എക്സുകളെക്കാളും വലുതാണ്. ഓക്കെ, ഫോർ എവറി എക്സ് ഇൻ ദ ഡൊമെയിൻ ഓഫ് ദ ഫംഗ്ഷൻ ജി. അപ്പോൾ ഗിവൺ ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ്, so that f of x is less than or equal to g of x and g of x is less than or equal to supreme of g for every x in d. Okay, that means g supreme of g എന്ന് പറയുന്നത് അവിടെ വേരിയബിൾ ഒന്നുമില്ല. supreme of g is a number, it's a constant, a real number. So that supreme of g is an upper bound for the set of all values of f. That is, it is an upper bound for the function f. Okay, then അത് ഒരു അപ്പർ ബൗണ്ട് ആണെങ്കിൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് എഫ് എന്ന് പറയുന്നത് അപ്പർ ബൗണ്ടുകളുടെ ഏറ്റവും ലീസ്റ്റ് എലമെന്റ് ആണ്. അതായത് ഒരു അപ്പർ ബൗണ്ടിനേക്കാളും ചെറുതാണ്. സുപ്രീം ഓഫ് ജി ഒരു അപ്പർ ബൗണ്ട് ആണ് എഫിന്റെ. അങ്ങനെയാണെങ്കിൽ എഫിന്റെ ലീസ്റ്റ് അപ്പർ ബൗണ്ട് സുപ്രീമം എന്ന് പറയുന്നത് സുപ്രീം ഓഫ് ജിനേക്കാളും ചെറുതായിരിക്കും. സോ ഫസ്റ്റ് റിസൾട്ട് കിട്ടി അല്ലേ? അതാണ് ആദ്യം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിരുന്നത്. അത് കിട്ടി. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇൻഫിമം ഓഫ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം ഓഫ് ജി എന്ന് പ്രൂവ് ചെയ്യാം. കാരണം ഇൻഫിമത്തിന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് ഇൻഫിമം എന്ന് പറയുന്നത് ഒരു ലോവർ ബൗണ്ട് ആണ്. എല്ലാ എഫ് ഓഫ് എക്സുകളും ചെറുതാണ് ഇൻഫിമം ഓഫ് എഫ് അല്ലേ? ഫോർ എവറി എക്സ് ഇൻ ഡി. ഗിവൺ ദാറ്റ് ദിസ് എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഓൾസോ. സോ ഈ ഇൻഫിമം ഓഫ് എഫ് ഓഫ് എക്സിന്റെ മാത്രമല്ല ജി ഓഫ് എക്സിന്റെയും ലോവർ ബൗണ്ട് ആണ്. By our assumption, since this is true, infim of f is a lower bound for g also. Since f of x is less than or equal to g of x, infim of f is a lower bound for g also. Then the greatest lower bound ഒരു ലോവർ ബൗണ്ട് ആണ് infim of f. Greatest lower bound എന്ന് പറയുന്നത് greater than or equal to ഒരു particular lower bound ആയിരിക്കും അല്ലേ? So greatest lower bound ആണ് infim of g. Infimum എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആണ്. സോ വി ഹാവ് infim of g is greater than or equal to infim of f, അല്ലെങ്കിൽ infim of f less than or equal to infimum of g എന്ന് കിട്ടി. ഇതാണ് നമ്മൾ പറഞ്ഞ രണ്ട് റിസൾട്ടുകളും അങ്ങനെ പ്രൂവ് ചെയ്തു. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കണം. താങ്ക് യു.